അപ്പോൾ ഞങ്ങളിന്ന് എവിടെ പോവാണ്, എവിടെ പോകണമെന്നൊന്നും അനക്കാക്ക പറഞ്ഞിട്ടില്ല. അപ്പോൾ സർപ്രൈസാന്നാ പറഞ്ഞത് അല്ലേ? സർപ്രൈസാന്ന് പറഞ്ഞത്. അപ്പോൾ എവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് രാവിലെ പറഞ്ഞ് ഒരുക്കിയതാട്ടോ. ഞങ്ങൾ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പോരുകയാണ്. അപ്പോൾ എവിടേക്കാണ് അറിയൂല. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ, എവിടെ ആണെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എവിടെയെങ്കിലും എവിടേക്കാ പോകാനുള്ള ഒരു ക്ലൂ? അതെ. അപ്പോൾ ഞാനും അംജൂട്ടൻ അനക്കാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലപ്പോഴും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അനക്കാക്ക് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകാൻ അല്ലേ? അപ്പോൾ അനക്കാക്ക് കുറേ ദിവസമായി ഇങ്ങനെ പോകണമെന്ന് പറയുന്നത്. എവിടേക്കോ സർപ്രൈസ് ഉണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് രാവിലെ ഉണ്ടായതാ കേട്ടോ ഈ പോക്ക്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് അവിടെ എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അംജൂട്ടനുണ്ട് കേട്ടോ ഇവിടെ. അംജൂട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. അംജൂട്ടന് ഭയങ്കര ഇഷ്ടം അങ്ങനെ പോവാനൊക്കെ, യാത്രകളൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ച് വേഗം റെഡി ആയതാണ്. ഞങ്ങൾ കാണിച്ചു തരാം. അനക്കാക്കാൻ്റെ കൈ വീണ് മുറിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം അനക്കാക്ക ലീവായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങിയതാ പറയാൻ, ഇതൊന്ന് സുഖമായിട്ട് പോവാന്ന് അല്ലേ? അങ്ങനെ ഇപ്പോൾ ചെറിയൊരാശ്വാസം കിട്ടി. അങ്ങനെ ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നരിക്കുനി ടൗണിലെത്തി. നരിക്കുനി മറ്റേ എന്താ നടിൻ്റെ പേരെന്താ? അവിടെ എത്തിയില്ല. പിന്നെ ഇവിടെ ഇതേതാ സ്ഥലം? പിന്നെ ഞാൻ ഇവിടെ പുതിയതായിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയൂല. ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുന്നില്ലാതെ. കോഴിക്കോട് ടൗണൊന്നും നമുക്ക് അത്ര പരിചയമില്ല. അങ്ങനെ വഴിയിൽ നിന്ന് ഒരു പമ്പ് കണ്ടപ്പോൾ അനക്കാക്ക അവിടെ നിന്ന് എണ്ണ അടിക്കാണ് കേട്ടോ വണ്ടിയിൽ. ഞങ്ങൾക്കൊരു 25 കിലോമീറ്ററോളം ഉണ്ട് അങ്ങോട്ട് യാത്ര. ചുട്ടാ പാട്ടിടണ്ട. ഹായ് പറ കുഞ്ഞാ. അപ്പോൾ ഗൈസ് നേരത്തെ എനിക്ക് തെറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നരിക്കുനി ടൗണ്. അനക്കാക്കാക്ക് വഴി തെറ്റി ഗൈസ്. അനക്കാക്കാക്ക് എവിടേക്കാ പോണെന്ന് അനക്കാക്കാക്ക് തന്നെ അറിയൂല. അനക്കാക്ക എന്തോ
സ്ഥലം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനക്കാക്കാക്ക് എവിടേക്കാ പോകേണ്ടതെന്നുള്ളതിൻ്റെ വഴി അറിയൂല. ആ സ്ഥലം എവിടേക്കാ പോകണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കേനോ. പക്ഷെ അനക്കാക്കാക്ക് അറിയൂല, എൻ്റെ അടുത്ത് പറഞ്ഞു തരൂല. അപ്പൊ അതാണ് ആകെ പ്രശ്നമായത്. എൻ്റെ അടുത്ത് എനിക്ക് സർപ്രൈസ് തരുന്നതാണ് പ്രശ്നമായത്. അല്ലെ നിങ്ങൾ സ്ഥലം പറഞ്ഞാ ഞാൻ പറഞ്ഞുതരാം, വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ റൂട്ടിൽ വന്നതിനെ കൊണ്ടാണ് ചെറിയൊരു പാളിച്ച കുടുങ്ങിയത്. പിന്നെ GPS ആർക്കെങ്കിലും വഴി പറഞ്ഞു തരണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. എനിക്കെല്ലാം അറിയാം. അപ്പോ വഴി ഇങ്ങോട്ടോ ചോദിച്ച് പോകുന്നുണ്ട് ഞങ്ങള് അല്ലേ. പക്ഷെ അനക്കാക്കൊക്കെ അറിയൂല പറഞ്ഞാൽ ചിലപ്പം ചൂടാവും. അറിയൂല എന്ന് പറഞ്ഞാല് നോക്കാം. എവിടെത്തുന്നു? എവിടെത്തി? ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക്? 19 കിലോമീറ്റർ. മാപ്പ് ഇട്ടക്കുക അവസാനം. ഗൂഗിൾ അമ്മച്ചി ചതിക്കുക അറിയൂല. അംജുട്ടന് ഉറങ്ങിട്ടോ ഉണ്ടോ? ഓന ഉറങ്ങിയിട്ടില്ലേനോ? അപ്പോൾ ഓന ഉറങ്ങി. നമുക്ക് ഇവിടുന്ന്
അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ആ സ്ഥലം. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ചങ്ങോട്ട് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അനുക്കാക്കിയും അഞ്ചുട്ടനും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അഞ്ചുട്ടനെ അനുക്കാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രയും ദൂരമൊന്നും നടക്കാൻ കഴിയില്ല. തുഷാരഗിരിയാണ് കേട്ടോ എത്തിയത്. തുഷാരഗിരിക്കാണ് കൊണ്ടുവന്നത് കേട്ടോ. സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. കാണിച്ചു തരാം ഗൈസ്. ഇങ്ങോട്ട് മലമുകളിൽ ഉണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള പ്ലേസുകളൊക്കെ ഉണ്ട് കേട്ടോ. അഞ്ചുട്ടനൊക്കെ കണ്ടോ ഞാൻ പോവാ. ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒരു കാടിൻ്റെ ഒരു ഫീലിങ്സ് കേട്ടോ. ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെ വെള്ളം ചാടുന്ന ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് നടക്കുന്നതിനനുസരിച്ച്. ചെറിയ ഇവിടെ അടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. സൗണ്ട് വെള്ളം ചാടുന്ന. അപ്പോൾ ഗൈസ് ഇവിടെ നിന്നാണ് കേട്ടോ അങ്ങോട്ടേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടാമത്തെ ഗേറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കണമെങ്കിൽ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ അനക്കാക്ക പോയി ടിക്കറ്റ് എടുക്കുകയാണ്. ശരി. അവിടെ ഒരു കാട് തന്നെ കേട്ടോ ശരിക്കും. ഇവിടെ വഴുക്കാൻ നല്ല സാധ്യത ഉണ്ടോ. പാറിൻ്റെ മുകളിൽ വെള്ളം വരുന്നത്. അടക്കി ഒരു ഫോട്ടോ എടുത്ത് തരുമോ? ഒരു ഫോട്ടോ എടുത്ത് തരുമോ? അടക്ക് ഞാൻ ഫസ്റ്റ് നിങ്ങളൊരു ഫോട്ടോ എടുക്കാം. അടക്ക്
കാടാണ് കേട്ടോ അവിടെ ഉണ്ടോ, ഒരു കാട് കൂടെ അങ്ങനെ നടക്കുന്ന ഒരു ഫീലിങ്സ്. എനിക്കാക്കണ്ട അഞ്ചുട്ടനായിട്ട് നടക്കുന്ന ഫുള്ള് മുളകൾ കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു പ്ലേസ് കേട്ടോ. അങ്ങനെ നടക്കാൻ കുറേ ഉണ്ട് കണ്ടോ. അവിടെ കേട്ടോ വലിയ വെള്ളച്ചാട്ടം, ഭയങ്കര സൗണ്ട് ഉണ്ട് വെള്ളത്തിൻ്റെ കേട്ടോ. അട്ടകളുണ്ടാവും എന്നാ പറയണത് ഈ കയറ്റം. അപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ ചെറിയ ചെറിയ ഓരോ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ മഴ ആയത് കാരണം അവിടെ ഒന്നും ഇരിക്കാനാവില്ല കേട്ടോ, കാരണം ഒക്കെ നനഞ്ഞ് കിടപ്പാം. അപ്പോൾ ഇതാണ് അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ നമ്മൾ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, അടിപൊളി തെളിഞ്ഞ നല്ല തണുത്ത വെള്ളം കേട്ടോ. നല്ല വ്യൂ കാണാം, ഭയങ്കര ഹൈറ്റിൽ നിന്ന് വെള്ളം ചാടുന്ന കാണാൻ ഈ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പോകാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയിട്ട് കാണണം. അതായത് അത്രക്കും നാച്ചുറൽ വ്യൂ ആണ്. പാലം ആടുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് തൂക്കുപാലം അത്.
ഇവിടെ. നല്ല രസമുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അന്ന് എല്ലാവരും വന്ന് കാണാം. ഗൈസ് നോക്കൂ, ഇവിടെ നോക്കൂ, എന്തൊരുമാതിരി മനോഹാരിത. ഇവിടെ ഇങ്ങനെ മരങ്ങളെ കൊണ്ട് ഇങ്ങനെ ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഓ, എന്തൊരുമാതിരി ഭംഗി അറിയോ. ഇതിന്റെ താഴോട്ടാട്ടോ ഈ വെള്ളം മൊത്തം പോണത്. പക്ഷെ ക്യാമറയിൽ എത്രത്തോളം അത് പതിയൊന്നും അറിയൂല. ഇതിലൂടെ ഒരു വഴിയുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ്. പക്ഷെ ഭയങ്കര ഭംഗിയുള്ള കേട്ടോ, ഒരു കാട്ടിലൂടെ നമ്മൾ നടക്കുന്ന പോലെ. ഒരു ഗുഹ മാതിരി, ഒരു മരത്തിന്റെ വേരിറങ്ങിയതാ അത്. വെള്ളം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? ആദ്യം അങ്ങോട്ട് പോയിട്ട് ഇറങ്ങാൻ പറ്റാത്ത. എന്താ അപകടം? ഇവിടെയൊക്കെ എന്താ അപകടം? ഒരു കാട്ടിലൂടെ, ശരിക്കും ഒരു കാട്ടിലൂടെ നടക്കുന്ന പോലെ.
അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് തിരിച്ചു പോരുകയാണ് കേട്ടോ. പക്ഷേ അവിടുന്ന് തിരിച്ചു പോരാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല തണുപ്പും കാറ്റും. അങ്ങനെ ഞങ്ങൾ മനസ്സോടെ അവിടുന്ന് തിരിച്ചു പോരുകയാണ് കേട്ടോ. ഇതാണ് അവിടേക്ക് ബൈ പറഞ്ഞാടാ. ഞാൻ ഈ താഴേക്കുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നോക്കട്ടോ, എത്രങ്ങാനും ലോങ്ങിലാണ് എന്നൊരുൻ്റെ. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഭയങ്കര ഹൈറ്റിലാട്ടോ അതുള്ളത്. ആ വെള്ളമൊക്കെ ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഈ പാലം ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര അപാര വ്യൂ ആണ്. പക്ഷേ ഇത് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഡയറക്റ്റ് വന്ന് കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അത്രക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫുള്ള് ചുറ്റും പച്ചപ്പ് നിറഞ്ഞിട്ട് ഇത് ഭയങ്കര ലോങ്ങാട്ടോ. നല്ല ഹൈറ്റിലാണ് പാലം കിടക്കുന്നത്. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഫോണൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല, അത് തകർന്ന് തരിപ്പണായി പോവും. ഇനിയിപ്പോൾ ആര് അങ്ങോട്ട് ചാടി കഴിഞ്ഞാലും പിന്നെ ജീവനോട് കൂടി തിരിച്ചു വരാൻ കഴിയില്ല, അത്രക്കും ഹൈറ്റാണ്. എന്തൊരു ഭംഗിയൊക്കെ ഈ സ്ഥലം, എന്തൊരു ഭംഗിയാ അറിയോ? ആ ഭാഗം കൂടെ എടുക്കാട്ടോ. അത്രക്ക് ഭംഗി എന്ന് പറഞ്ഞാല് എന്തൊരു ഭംഗിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അയ്യോ. അവസാനം വണ്ടിയിൽ തിരിച്ചെത്തി. എന്തൊരു ഭയങ്കര ഹൈറ്റിലാട്ടത്, എന്തൊരു ഹൈറ്റ് ഈ പാലം. നല്ല രസമുണ്ട് കേട്ടോ കാണാന്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. അനക്കാക്ക ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകണ്ട നമുക്ക്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. വന്നത് മുതലായിട്ടുണ്ട്. അത്രക്കും പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്ഥലം. പൂക്കോട് തടാകത്തേക്ക് പോണ്ടേ? അതേടാ കൽപ്പറ്റ കയറിയിട്ടാ. നമ്മളിപ്പോ വയനാട് കയറാൻ പോവുക. എന്നാ നമ്മൾ പോയിട്ടെത്തണം. പോണില്ല. കോഴിക്കോട് കോടഞ്ചേരി തുഷാരഗിരി വെള്ളച്ചാട്ടം, അതുകൊണ്ട് കോഴിക്കോടേക്കാ. അപ്പൊ തിരിക്കാണ്. അപ്പൊ ഞങ്ങള് തിരിച്ച് പോവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ ഒരു 5-5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച ഒരു ഷോപ്പിൽ കയറിയതാണ്. അപ്പോൾ ചായ കുടിക്കാതിരുന്നപ്പോൾ എനിക്ക് അവിടെ അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. പിന്നെ കയറിയതല്ലേന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഇഷ്ടപ്പെട്ടിട്ട് കുടിച്ചതല്ല, എന്നാലും കുടിച്ചിട്ട് അത്രേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ കുറേ അങ്ങോട്ട് പോന്നു. പിന്നെ ഞാൻ നാട്ടിലെത്തി. അതിന് ശേഷം വേറൊരു ഹോട്ടലിൽ കയറി. ഞങ്ങൾ അനക്കാക്ക ഒരു 2 പൊറോട്ടയും ബീഫ് ചില്ലിയും ഞാനൊരു മസാല ദോശയും കഴിച്ചു. അപ്പോൾ ഒരുവിധം വിശപ്പ് മാറി ഗൈസ്. അംജുട്ടനെ ഇങ്ങനെ ഓരോന്ന് കളിച്ചുകൊണ്ട് കാർട്ടൂൺ കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനക്കാക്ക അംജുട്ടനൊരു കാർട്ടൂൺ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മസാല ദോശ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കഴിക്കട്ടെ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. പിന്നെ ഞാനാണെങ്കിൽ മഹരിബിന് മുമ്പായിട്ടാണ് ഫുഡ് കഴിക്കാറ്, രാത്രിയിൽ അങ്ങനെ ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, അസ്സലാമു അലൈക്കും.